മാലിന്യ സംസ്കരണത്തിന് പുതിയ മാർഗങ്ങൾ തേടുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഒരു റിപ്പോർട്ട്. സംസ്ഥാനം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. മാലിന്യങ്ങൾ കഴിവതും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാന പരിഹാര മാർഗം. മണ്ണുത്തി കാർഷിക സർവകലാശാലയാണ് എയ്റോബിൻ മാലിന്യ സംസ്കരണ സംവിധാനം കേരളത്തിന് പരിചയപ്പെടുത്തിയത്. തോമസ് ഐസക് MLAയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പരീക്ഷിച്ച് വിജയം കണ്ട ഈ സംവിധാനം തിരുവനന്തപുരം കോർപ്പറേഷനും പരീക്ഷിക്കുകയായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ കരമനയിൽ സ്ഥാപിച്ച പ്ലാന്റ് വിജയം കണ്ടതോടെ കൂടുതൽ എയ്റോബിൻ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം നഗരസഭ. 25 സ്ഥലങ്ങളിൽ എയ്റോബിൻ സ്ഥാപിക്കുന്നതിനാണ് നഗരസഭ പദ്ധതിയിട്ടിരിക്കുന്നത്. വീടുകളിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന മാലിന്യമാണ് ഇത്തരത്തിൽ സംസ്കരിക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിയും വിഭാവനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വളം കർഷകർക്ക് സൗജന്യ നിരക്കിൽ നൽകും. ഇനോക്കുലം സ്പ്രേ ചെയ്തതിനു ശേഷം 6 ഇഞ്ച് പൊക്കത്തിന് കരിയില, ഉണക്ക കരിയില ഇട്ടതിനു ശേഷം ഒരു പെട്ടി വെച്ചതിന് ശേഷം അകത്ത് പെട്ടിക്കുള്ളിലാണ് നമ്മൾ ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്. 4 സൈഡും കരിയില വെച്ച് ഇങ്ങനെ കവർ ചെയ്തെടുക്കും. ഒരു ലെയർ ആകുമ്പോഴത്തേക്കും പുറത്ത് കരിയിലിട്ട് ഇനോക്കുലം സ്പ്രേ ചെയ്തിട്ട് ബോക്സ് പൊക്കി വയ്ക്കും. അപ്പോൾ ഈ ബോക്സിന്റെ പൊക്കത്തിനായി കഴിഞ്ഞാൽ ഈ ഇനോക്കുലം കരിയില വെച്ച് തന്നെ ഇനോക്കുലം സ്പ്രേ ചെയ്ത് ഈ ബോക്സ് മുകളിലോട്ട് പൊക്കി വയ്ക്കും. വീണ്ടും ഷവർ നിക്ഷേപിക്കും. സൈഡിൽ കരിയില വയ്ക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുകളിലായി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ടോപ്പ് ലെവലിലായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇനോക്കുലം മൊത്തം സ്പ്രേ ചെയ്ത് ബോക്സ് മരുന്ന് ഇനോക്കുലം സ്പ്രേ ചെയ്ത് ഇതിനെ മൂടി വയ്ക്കും. ഈച്ചയൊന്നും വിടാതെ മൂടി വയ്ക്കും. ഇത് നമ്മൾ മൂടി വെച്ചൊക്കെയാണ്. ഇതിനകത്തുനിന്ന് വേറെ ഈച്ചയോ ഒരു ശല്യം ഉണ്ടാവില്ല. 90 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് വളമായി മാറും. അപ്പം നമ്മൾ പൊളിച്ച് ഇത് വളം പുറത്തെടുക്കും. ജനങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഗാർഹിക മാലിന്യ സംസ്കരണം ഒരു കീറാമുട്ടിയല്ല എന്നാണ് ഈ പ്ലാന്റ് നമുക്ക് നൽകുന്ന അനുഭവം. തിരുവനന്തപുരത്ത് ചാലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ സുനിൽകുമാറിനൊപ്പം സാം കടമനിട്ട.